നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഒക്ടോബർ മാസം 18-ാം തീയതി സർവേശ്വരകാരകനായ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. സാധാരണയായി ഒരു രാശിയിൽ ഒരു വർഷത്തോളം വ്യാഴം സഞ്ചരിക്കാറുണ്ട്. എന്നാൽ 2025 വ്യാഴം 3 രാശികളിൽ മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ജീവ അതിചാര കാലം എന്നാണ് വിളിക്കുന്നത്. ഒക്ടോബർ മാസം 18-ാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുന്ന സമയത്ത് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയിൽ എത്തുമെന്നും ഇത് ധാരാളം നല്ല ഫലങ്ങൾ നൽകുമെന്നും പറയപ്പെടുന്നു. വ്യാഴത്തിൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള ഈ രാശിമാറ്റം വിവിധ രാശിക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും കുടുംബപരമായും നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും നൽകുന്നതാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യം നക്ഷത്രവും ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് 6-ാം ഭാവാധിപനും ഭാഗ്യാധിപനുമായ വ്യാഴമാണ് 12-ാം ഭാവത്തിൽ നിന്ന് ജന്മരാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നത്. സ്വന്തം രാശിയിൽ വ്യാഴം അത്ര സുഖകരമല്ല എങ്കിലും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി മൂലം ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ജന്മരാശിയിൽ നിന്നും വ്യാഴം 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി പതിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുന്നതിനും പലവിധ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിനും സാഹചര്യം വന്നുചേരും. ലൗകിക സുഖങ്ങൾ ഉണ്ടാകുന്നതിനും വാക്സാമർഥ്യം വർദ്ധിക്കുന്നതിനും ഇടയാകും. ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനും സാധിക്കും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരുന്നതിനും തീരുമാനമാകുന്നതിനും ഇടയാകും. യാത്രകൾ ചെയ്യേണ്ടി വരും. പേരും പ്രശസ്തിയും വർദ്ധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. സന്താന സൗഭാഗ്യത്തിന് ഉതകുന്ന സമയമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പലവിധ ഭാഗ്യാനുഭവങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ ആകും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ്. കടബാധ്യതകൾ വീട്ടിത്തീർക്കാൻ സാധിക്കും. ശത്രുശല്യം കുറയുന്നതിനും രോഗാരിഷ്ടതകൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ശമനവും ഉണ്ടാകുന്നതാണ്. വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതിനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതുമാണ്. കുടുംബത്തിൽ സുഖവും സമാധാനവും ഉണ്ടാകും. ആജ്ഞാശക്തി വർദ്ധിക്കാനും ഇടയുണ്ട്. ജാതകത്തിലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ചില ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം. നമസ്കാരം.